കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം. അത്ഭുതകരമായ ഒരു അധ്യായം. അതിലെ ഏറ്റവും അത്ഭുതകരം യേശു കർത്താവ്, ദൈവപുത്രൻ, സർവത്തിൻ്റെയും സൃഷ്ടാവ്, ഒരു കഴുതയുടെ പുറത്ത് കയറി ആലയപ്രവേശനം നടത്തുന്നു. മറ്റു സുവിശേഷങ്ങൾ കൂടെ താരതമ്യം ചെയ്ത് വായിച്ചാൽ ആ കഴുതയ്ക്കൊരു പ്രത്യേകത പറയുന്നുണ്ട്. ആരും ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു കഴുത. മറ്റുള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഓർത്തോണം. അത് നാട്ടുകാർക്കൊക്കെ അസ്വസ്ഥതയായിരിക്കും, വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നസ്രായൻ പറയും, ആ ഗ്യാപ്പ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് കയറാൻ വേണ്ടിയാണ്. 2024 വർഷം കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, ദൈവപുത്രൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അവൻ പറയുന്നു, ഇന്നും ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നത് കഴുതകളെയാണ്. എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട, കെട്ടിയിടപ്പെട്ട ചില കഴുതകളെ ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി നടക്കാം. ഹല്ലേലൂയ, മഹത്വം ദൈവത്തിന്. മുഴുവൻ അധ്യായം നമ്മൾ വായിച്ചാൽ എന്തിനേക്കാണ് ഇത് സൂചന ചെയ്യുന്നത് നമുക്കറിയാം. കാരണം ആലയത്തിൽ വന്നു, അത്യുന്നതങ്ങളിൽ ദാവീദ് പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസാന എന്ന് പുരുഷാരമാർത്തുകൊണ്ടിരുന്നു. അത് കണ്ടിട്ട് മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഇഷ്ടമായില്ല. അവർ വന്നിട്ട് യേശുവിനോട് ചോദിക്കതേ, ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് നീ കേൾക്കുന്നോ? യേശു പറയാണ്, ശരിയാണ്. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ചൊരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്ന ദൈവം, മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ലജ്ജിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്ന ദൈവം. യേശുവിൻ്റെ അടുക്കെ ഒരിക്കൽ ഒരു ശാസ്ത്രി വന്നു, ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കാം. യേശുവിൻ്റെ മറുപടി, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, എനിക്ക് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷിക്ക് അതിൻ്റെ കൂടുണ്ടാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ട്, കുറുനരിക്ക് അതിൻ്റെ മാളം ഉണ്ടാക്കാനുള്ള ബുദ്ധിയുണ്ട്. ഞാൻ അത്രയും പോലും എൻ്റെ തല ഉപയോഗിക്കത്തില്ല. നീ തല കൊണ്ട് ജീവിക്കുന്നവനാണ്, ഞാൻ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവനാണ്, ആത്മാവിൽ ജീവിക്കുന്നവനാണ്. അത് കൺഫേം ചെയ്യുകയാണ്. വിശന്നിട്ട് യേശു കർത്താവ് ഒരു അത്തിവൃക്ഷം കണ്ടു, അതിൻ്റെ അടുക്ക് ചെന്നു. പ്രമാണത്തിന് കീഴിലുള്ള മനുഷ്യൻ അവൻ്റെ അടുക്ക് ചെന്നു, ഒരു ഫലവും ഇല്ല, ഇലയെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്തിമരം. യേശു അതിനെ ശാസിച്ചു, അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. അപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, സംശയിക്കാതെ വിശ്വാസമുള്ളവരാകിയാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. അടുത്ത നോക്കണം. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. പ്രമാണത്തിൽ നിൽക്കുന്ന ഒരുത്തൻ അത്ഭുതം കാണുക. പ്രമാണം അനുസരിച്ച് നടക്കുക എന്നുള്ള അർത്ഥമല്ല പറയുന്നത്. പ്രമാണത്തെ ആക്ഷരികമായി പാലിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തൻ, ദൈവത്തിൻ്റെ നീതി, ന്യായം, കരുണ എന്നീ ഘനമേറിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാതെ ആക്ഷരികമായിട്ട് പ്രമാണം എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ, അവന് വിശ്വാസമില്ല, അവൻ ഫലമില്ലാത്തവനാണ്. അവൻ ഈ ഇല നിറഞ്ഞ ഫലമില്ലാത്ത അത്തിവൃക്ഷമാണ്. അതിനെ യേശു ശാസിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം വിട്, നമ്മുടെ അകത്ത് അങ്ങനെ ഒരുത്തനുണ്ടാകാൻ നോക്കിയാൽ മതി. വിശ്വാസിയുടെ കുപ്പായ വിട്ടുകൊണ്ട് നമ്മൾ നടക്കുന്നു, ഫലമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അകത്തൊരു അത്തിവൃക്ഷമുണ്ട്, അതിന് ഇലയുണ്ട്, ഫലമില്ല. കാരണം വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. അതിനെ ശാസിച്ചു, ക്ഷണത്തിൽ അതിനെ ഉണങ്ങിക്കളഞ്ഞു. അടുത്തത്, വിശ്വാസം വെളിപ്പെട്ടാൽ. എന്തുമാത്രം വിശ്വാസം വേണം? ഒരു കടുകുമണിയുടെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ വലിയ മലയെ ഉരുട്ടി മാറ്റുമെന്ന് പറയാം. വിശ്വാസം ഇത്തിരി മതി. കപ്പയൊക്കെ ആണെങ്കിൽ എത്ര വേണം? 1000 കിലോ വേണം. വജ്രമാണെങ്കിൽ ഒരു തരി പോരെ. അതിൻ്റെ രണ്ടിൻ്റെ വിലയൊന്ന് നോക്കിക്കേ. ഒരു തരി വജ്രം, 1000 കിലോ കപ്പ. വിശ്വാസം ഇത്തിരി മതി. എന്താ വിശ്വാസം? ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പാറ്റൻ ടാങ്ക് കൊണ്ട്, മിസൈൽ കൊണ്ട് ഞങ്ങൾ വീര്യം പ്രവർത്തിക്കുമെന്ന് ഉക്രൈനും റഷ്യയും പറയുന്നു. ഞങ്ങളുടെ പണം കൊണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, ശൂന്യാകാശത്ത് പോകാനും വരാനുമുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഞങ്ങൾ വീര്യം പ്രവർത്തിക്കുമെന്ന് സ്പേസ് എക്സും എലോൺ മസ്കും പറയുന്നു. ഇവിടെ ഞങ്ങൾ പറയുന്നു, ലോകദൃഷ്ടി മണ്ടന്മാരെന്ന് പറയുന്നവർ പറയുന്നു, ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും.
ദൈവത്താൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും. 2 തരം ആൾക്കാരെക്കുറിച്ച് ഈ അധ്യായം പറയുന്നുണ്ട്. ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ്റെ അടുക്ക് ചെന്നു, മകനെ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. വിശ്വാസിയുടെ ഉടുപ്പൊന്നവനില്ല, വേഷം കെട്ടില്ല, കാപട്യമില്ല. അവനുള്ള കാര്യം പറഞ്ഞു, എനിക്ക് മനസ്സില്ല. എങ്കിലും പറഞ്ഞത് അപ്പനാണെന്ന് മനസ്സിലായിട്ട് ആ ഉള്ളിൽ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു ഫീലിങ്, ഒരു ബന്ധം, അതുകൊണ്ട് അവൻ അനുദപിച്ച് പിന്നീട് അവൻ വേലയ്ക്ക് പോയി. മറ്റവനുണ്ട്, നീ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ഞാൻ പോകാപ്പാ എന്നാ വിളിച്ചു. അപ്പാന്നാ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ പോകാപ്പാ. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പോകാപ്പാ. പോകുകയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. അവന് വിശ്വാസിയുടെ വേഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവൻ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വിലയേറിയ ഒരു കാര്യം നമുക്ക് തോന്നും. അതുകൊണ്ട് യൂദാ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് വിലയേറിയ വിശ്വാസം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങളോട് ഞാൻ എഴുതുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ ദൈവം തന്നിരിക്കുന്ന അത്ഭുതകരമായ കാര്യമാണ്. അല്പമേ വേണ്ടൂ, അല്ല ഒന്നും മതി. ആ നല്ലത് മറിയ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അവൻ്റെ പാദപീഠത്തിലിരിക്കുക, വചനം കേൾക്കുക. വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു. കേട്ട വിശ്വാസത്തിനനുസരിച്ച് കാലുകളെ ചലിപ്പിക്കുക, റെസ്പോണ്ട് ചെയ്യുക പോസിറ്റീവായിട്ട്. അത് വലിയ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യും, നാട്ടിൽ ചെയ്യും. ജീവിതം മാറും. നിങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിലും പരിഹാരം കർത്താവിലുണ്ട്. മനുഷ്യർ, നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിമാന്മാർ, ശക്തിമാന്മാർ, എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്ന പല വിഷയങ്ങളുണ്ട്, എത്രയോ വിഷയങ്ങളുണ്ട്. അവിടെയെല്ലാം ഒരു വിശ്വാസി പതറുകയില്ല. അവൻ ചിരിക്കും. അവന് ചിരിക്കാൻ കഴിയും. കാരണം അവൻ്റെ ആശ്രയം അവൻ്റെ ദൈവത്തിലാണ്. എന്നേക്കുമുള്ള ദൈവത്തിൽ, നിത്യനായ ദൈവത്തിൽ, നിത്യജീവൻ തരുന്ന ദൈവത്തിൽ. യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൃപ നൽകട്ടെ. ജയാളികളായി ചെയ്യുവാൻ, വിശ്വാസത്തിൻ്റെ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.